സർവജ്ഞേ സർവവരദേ സർവദുഷ്ടഭയങ്കരീ സർവദുഃഖഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. ഓതാൻ വയ്യെങ്കിലും ഞാനറിവതു പറയാമമ്മതൻ മുമ്പിലെല്ലാം. ഏതും സത്യം കൊളുത്തീടിന് ശുഭമരുളും പുണ്യമീ അമ്മയെന്നും. ഏതെല്ലാം ക്ലേശമേറ്റി മകനുടെ ഇരുളെന്നത്രയാശ്വാസമേകാൻ മാതാവേ കാത്തുരക്ഷിക്കുക. കഴലിണയിൽ ക്ഷീണനായി വീണോരെന്നെ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഷഷ്ഠസ്കന്ധത്തിലെ 16-ാമത്തെ അധ്യായം ഹൈഹയ രാജാക്കന്മാരുടെ കഥ. ഭൃഗുവംശത്തിൽപ്പെട്ട ബ്രാഹ്മണരെ അവരെ എന്തുകൊണ്ട് ഈ ഹൈഹയന്മാരെ ഹനിച്ചു എന്ന ജനമേജയന്റെ ചോദ്യത്തിന് അതിൻ്റെ കാരണങ്ങളെ ഇവിടെ വ്യാസൻ പറയുന്നു. ആ ബ്രാഹ്മണര് എത്രത്തോളം സ്വാർത്ഥികളായിരുന്നു, ലോഭമുള്ളവരായിരുന്നു, അസത്യവും അധർമ്മവും ചെയ്യുന്നവരായിരുന്നു എന്നുള്ളതിനെയൊക്കെയാണ് ഇവിടെ ഹൈഹയന്മാര് രാജാക്കന്മാര് പറയുന്നത്. കാൽ അംശം കൂട്ടി നൽകാമെന്ന് ഞങ്ങൾ താണുവീണ് പറഞ്ഞതാണ്. എന്നിട്ടും ലുബ്ധരും സംശയാലുക്കളുമായിട്ടുള്ള ഈ പുരോഹിതന്മാര് ബ്രാഹ്മണരെ ഞങ്ങൾക്കൊന്നും തന്നില്ല. ദാനം, ഭോഗം, നാശം എന്നിങ്ങനെ 3 വിധത്തിലാണ് ധനത്തിൻ്റെ പോക്ക്. ദാനം ഭോഗസ്തഥാ നാശോ ധനസ്യ ഗതിരീദൃശീ. ദാനഭോഗൗ കൃതീനാം ച നാശ പാപാത്മനാം കില. സുഹൃത്തുക്കളെ ദാനം ചെയ്യുകയും അനുഭവിക്കുകയും ചെയ്യും. പാപാത്മാക്കളുടെ ധനം നശിക്കുകയുള്ളൂ. ദാനം ചെയ്യാതെയോ അനുഭവിക്കാതെയോ ധനം കുന്നുകൂട്ടി വയ്ക്കുന്ന ലുബ്ധനെ രാജാവ് ശിക്ഷിക്കും. അവൻ വഞ്ചകനും ദുഃഖം അനുഭവിക്കേണ്ടവനും ആയിത്തീരുന്നു. അതുകൊണ്ട് ബ്രാഹ്മണ അധമരും വഞ്ചകരുമായിട്ടുള്ള ഇവരെല്ലാം കൊല്ലാൻ ഞങ്ങളെല്ലാം ഒരുമ്പെട്ടു. മഹാത്മാക്കളായ നിങ്ങൾ ഞങ്ങളോട് കോപിക്കരുത് എന്ന് മഹാത്മാക്കളായിട്ടുള്ള ബ്രാഹ്മണര് പറഞ്ഞതിന് അവർക്ക് ഉത്തരം കൊടുക്കുകയാണ് ഇവിടെ ചെയ്തത്. വളരെ നല്ലൊരു കാര്യം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് ഈ ഹൈഹയന്മാരുടെ വാക്കുകളിലൂടെ. ദാനം ഭോഗ തഥാനാശ ധനസ്യ ഗതിരീദൃശി. ആ ധനം പോകുന്ന വഴി എന്താണ് എന്നാണ് കാണിച്ചു തരുന്നത്. ദാനം, ഭോഗം, നാശം. കാർത്യവീരാർജുനന്റെ പിൻഗാമികളായിട്ടുള്ള ഇവര് ദരിദ്രരാവാനുള്ള കാരണം കാർത്യവീരാർജുനൻ മുതലായിട്ടുള്ള രാജാക്കന്മാര് അന്ന് യാഗയജ്ഞാദികളും മറ്റും ചെയ്ത് ഒരുപാട് ദാനം കൊടുത്ത് കയ്യിലുള്ളതെല്ലാം ഇല്ലാതെ കണ്ടായി എന്നുള്ള കാരണം കൊണ്ടാണ്. സത്യസന്ധനായിട്ടുള്ള ഹരിശ്ചന്ദ്രനും നമ്മൾ കണ്ടു. എല്ലാം ദാനം കൊടുത്ത് ഒന്നുമില്ലാത്ത ഒരു സ്ഥിതിയിൽ പരമദരിദ്രനായി ഭവിച്ച കഥ ഹരിശ്ചന്ദ്രന്റെ കഥയിലും നമുക്ക് കാണാൻ കഴിയും. ഇനി രന്തിദേവന്റെ കഥ ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ വരുന്നുണ്ട്. അദ്ദേഹവും ഇതുപോലെ തന്നെയാണ്. ചോദിച്ചതൊക്കെ ബ്രാഹ്മണർക്കും മറ്റുള്ളവർക്കും ദാനം കൊടുത്ത് അവസാനം ഒന്നുമില്ലാതെ ദരിദ്രനായി 48 ദിവസത്തോളം അന്നാഹാരം കഴിക്കാതെ പട്ടിണിയിൽ കിടന്നു. അപ്പോൾ കിട്ടിയ ആഹാരത്തെ പോലും രന്തിദേവൻ ദാനം കൊടുത്തു എന്നുള്ള പ്രശസ്തമായിട്ടുള്ള കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. കർണന്റെ കഥയിലും നമ്മളത് കേട്ടിട്ടുള്ളതാണ്. അനേകം ദാനങ്ങൾ ചെയ്തിരുന്ന ആളായിരുന്നു കർണൻ. അതിനെ മുതലാക്കിക്കൊണ്ടാണല്ലോ ഇന്ദ്രൻ വിപ്രന്റെ വേഷം ധരിച്ചു വന്ന യുദ്ധത്തിനു മുമ്പ് ആ കവചകുണ്ഡലങ്ങൾ കർണന്റെ രക്ഷ
ആയിട്ട് സ്വയം ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന കവചകുണ്ടലങ്ങളെപ്പോലും ദാനമായിട്ട് ചോദിച്ചു, മേടിച്ചു എന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ദാനം കൊണ്ടും ധനം നാശമുണ്ടാവുന്നുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾ കണ്ണടച്ച് അളവില്ലാതെ ചെയ്യുന്ന ദാനം നമ്മളുടെ തന്നെ കഷ്ടങ്ങൾക്ക് കാരണമായിട്ട് ഭവിക്കുന്നുണ്ട്. വാമനാവതാരം മഹാബലി ചരിതമൊക്കെ ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ പറയുന്ന സമയത്ത് അവിടെ കയ്യിലുള്ള ധനത്തിനെ 5 വിധത്തിൽ എപ്രകാരമാണ് വിനിയോഗിക്കേണ്ടത്, പഞ്ചത വിഭജം വിത്തം എന്ന് ശുക്രാചാര്യൻ മഹാബലിക്ക് ഉപദേശിക്കുന്ന ഭാഗം നമുക്ക് കാണാം. അതിലും പറയുന്നത് ശുക്രാചാര്യര് തൻ്റെ കയ്യിലുള്ള 5-1 വേണമത്രേ ദാനമായിട്ട് നമ്മൾ കൊടുക്കാനായിട്ട്. അതിൽ കൂടുതലാവരുത് എന്നാണ് പറയുന്നത്. 100 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ 100 രൂപയും ദാനം ചെയ്ത് നടക്കുന്നതല്ല ബുദ്ധി അല്ലെങ്കിൽ ശ്രേയസ്. അതിൽ 20 രൂപയാണത്രേ നമ്മൾ ദാനമായിട്ട് കൊടുക്കേണ്ടത്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, എങ്കിൽ മാത്രമേ നമുക്ക് തുടർന്ന് ഈ ദാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള ധനങ്ങളെ കൊണ്ട് ഒരു ഭാഗം കൊണ്ട് വീണ്ടും നമ്മൾ ധനം സമ്പാദിച്ചെങ്കിൽ മാത്രമേ വീണ്ടും ദാനങ്ങൾ ചെയ്യാൻ കഴിയൂ. ഇപ്പം കയ്യിലുള്ള 100 രൂപ ദാനം കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നാളെ ദാനം കൊടുക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഈ ഹൈഹയന്മാരെ പോലെ സ്വയം ദരിദ്രനായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടിക്കൊണ്ട് എന്തെങ്കിലും ധർമ്മം ചോദിക്കേണ്ടതായിട്ടുള്ള ഗതികേടുണ്ടാവും എന്ന് പറയുകയാണ്. അവിടെ മഹാബലിയെ ശുക്രാചാര്യര് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അല്ലെങ്കിൽ മഹാബലിക്ക് വേണ്ടിയല്ല, ഭാഗവതത്തിൽ ഇത് നമ്മളെ മനസ്സിലാക്കാനാണ്. എങ്ങനെയാണ് കയ്യിലുള്ള ധനത്തിനെ നമ്മൾ ഉത്തമമായിട്ടുള്ള ഉപയോഗമാക്കി തീർക്കേണ്ടത് എന്നുള്ളത്. അല്ലാതെ കയ്യിലുള്ള ധനത്തിനെ എല്ലാം ആർക്കെങ്കിലും കൊടുത്തു എന്നുള്ളതും ശരിയല്ല. കയ്യിൽ ധനം വെച്ച് മറ്റുള്ളവർക്ക് ആവശ്യം വരുന്ന സമയത്ത് ഒന്നും കൊടുക്കാതെ കണ്ട ലോഭിയായി അതിനെ ഉള്ളിലിട്ട് പൂട്ടിവെക്കുന്നതും ശരിയല്ല. അങ്ങനെയുള്ള ഒരു ഭിക്ഷുവിൻ്റെ കഥയും നമ്മൾ ഭാഗവതത്തിൽ കേൾക്കാൻ കഴിയും. സ്വന്തം ഭാര്യയ്ക്കും കുട്ടികൾക്കും കൂടി ഒന്നും കൊടുക്കാതെ കണ്ട് ആ ധനത്തിനെ സംഭരിച്ച് ഉള്ളിൽ വെച്ച് അടുത്തുള്ള സ്വജനങ്ങൾക്കോ മിത്രങ്ങൾക്കോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒന്നും ഒരു ഉപകാരവും ചെയ്യാതെ ധനത്തിനെ സംഭരിച്ച് വെച്ചതായിട്ടുള്ള ഒരുത്തൻ്റെ കഥ നമുക്ക് ഭാഗവതവും പറഞ്ഞു തരുന്നുണ്ട്. അവസാനം ഒരിക്കൽ പെരയ്ക്ക് തീപിടിച്ച സമയത്ത്, ഗൃഹത്തിൽ തീപിടിച്ച സമയത്ത് എല്ലാം നശിച്ചുപോയി. ഭാര്യയും മക്കളും പോലും അദ്ദേഹത്തിനെ ഉപേക്ഷിച്ചുപോയി. കയ്യിലുള്ള സമയത്ത് ആർക്കും ഉപകാരം ചെയ്തില്ല എന്ന കാരണം കൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തിന് പച്ചവെള്ളം കൊടുത്തില്ല. അവസാനം ദാഹവും വിശപ്പുമായി ഭിക്ഷയാചിച്ചുകൊണ്ട് ജനങ്ങളുടെ ആട്ടുകേട്ടുകൊണ്ട് സ്വജനങ്ങളാൽ ത്യജിക്കപ്പെട്ടവനായിക്കൊണ്ട് കറങ്ങുന്ന സമയത്താണ് താൻ ചെയ്ത തെറ്റ് ആ ഭിക്ഷുവിന് മനസ്സിലായതും ആ ഭിക്ഷു അതിനെ പറയുന്നതും ആയിട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചാൽ, ആ ധനത്തിൻ്റെ ഗതികളെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ദാനം കൊടുക്കുന്നത് ശ്രേയസ്സായിട്ട് ഭവിക്കണില്ല. കുറേ ദാനം കൊടുത്തത് കൊണ്ട് മാത്രം ശ്രേയസ്സാവില്ല. നേരത്തെയും പറഞ്ഞു, ദാനം കൊടുക്കണം, പക്ഷെ അത് നമ്മൾ സ്വയം ദരിദ്രരാവാതെ നോക്കണം. പാത്രമറിഞ്ഞ് ആർക്കാണോ ദാനം കൊടുക്കുന്നത് അവർ ആ ദാനത്തിന് യോഗ്യന്മാരായിരിക്കണം. എന്തു കൊടുക്കുന്നുവോ അതറിഞ്ഞ് വേണം ദാനം കൊടുക്കാൻ എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ബാക്കി ഭാഗങ്ങളെ സമയം കഴിഞ്ഞത് കാരണം നാളെ അവലോകനം ചെയ്യാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. മഹാദേവ്.